ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഷോർട്സ് വൈറലാവും. എന്നാൽ മൂന്നല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഷോർട്സ് വൈറലാവില്ല. കാരണം നിങ്ങളുടെ ഷോർട്സ് വൈറലാക്കുന്നതും ആക്കാതിരിക്കുന്നതും എല്ലാം യൂട്യൂബാണ്. സോ യൂട്യൂബ് വിചാരിച്ചാലേ നിങ്ങളുടെ ഷോർട്സ് വൈറലാകും. എന്നാൽ യൂട്യൂബ് വിചാരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ച് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ നെക്സ്റ്റ് ഷോട്ട് വൈറലാകണമെന്നില്ല. എന്നാൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് കിട്ടും. അതിന് ആദ്യം ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഒരു ഷോട്ട് ഇടുമ്പം യൂട്യൂബ് ആദ്യം നോക്കുന്നത് അത് എത്ര പേര് കണ്ടു, എത്ര പേര് സ്കിപ്പ് ചെയ്തു എന്നാണ്. കാരണം ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പം യൂട്യൂബിന് അറിയത്തില്ല അത് ഏത് കാറ്റഗറി ആണെന്ന്. എന്നാൽ ആദ്യം തന്നെ നിങ്ങൾ യൂട്യൂബിനെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടേൺസും കൂടും, വ്യൂസും കൂടും. ഇനി യൂട്യൂബിലെ നിങ്ങളുടെ കാറ്റഗറി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുക. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷന് കീവേഡ്, ടൈറ്റിൽ, പിന്നെ കാറ്റഗറി ഇതൊക്കെ കറക്റ്റായി കൊടുത്ത് യൂട്യൂബിന് നിങ്ങളുടെ കാറ്റഗറി മനസ്സിലാക്കാം. ഇങ്ങനെ യൂട്യൂബിന് മനസ്സിലായാൽ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തന്നെ കറക്റ്റ് ഓഡിയൻസിലെത്തി അതിൻ്റെ ഓഡിയൻസ് റിട്ടേൺസും കൂടി ആ വീഡിയോ വൈറലാകും. ഒരു ചാനലിൽ ഡെയിലി വീഡിയോസ് ഇട്ടാൽ അത് ഒരേ കാറ്റഗറി ആണേ പതുക്കെങ്കിലും ആ ചാനൽ റീച്ചിലെത്തും. എന്നാൽ ഒരു പുതിയ ചാനലിൽ ഡെയിലി വേറെ വേറെ കാറ്റഗറീസ് വീഡിയോ ഇട്ടാൽ ആ ചാനൽ ഒരിക്കലും വൈറലാവില്ല. കാരണം വേറെ വേറെ കാറ്റഗറീസ് വീഡിയോ ഇടുമ്പം യൂട്യൂബിന് കൺഫ്യൂഷനായി ഇംപ്രഷൻ കുറയും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ചാനലിൽ എത്ര നല്ല വീഡിയോ ഇട്ടാലും ആ വീഡിയോ വൈറലാവില്ല. ഈ ഡെയിലി വീഡിയോസ് ഇട്ടാൽ ചാനൽ ഗ്രോ ആവും, വൈറലാവുകയും ചെയ്യാം, എന്നാൽ ആകാതെ ഇരിക്കാം. കാരണം ചുമ്മാ വീഡിയോസ് ഇട്ടാൽ വൈറലാവില്ല. എന്തെന്നാൽ അതിന് ഓഡിയൻസ് റിട്ടേൺസ് കൂടണം. അങ്ങനെ കൂടിക്കൊണ്ട് വീഡിയോ ഇട്ടാൽ ഉറപ്പാ നിങ്ങളുടെ ഷോർട്സ് വൈറലാവും. നമ്പർ 3ൽ കുറേ കാര്യങ്ങൾ വരും. എക്സാമ്പിൾ പറയുകയാണ് വീഡിയോ ക്വാളിറ്റി, തംബ്നെയിൽ, അതിൻ്റെ ഡ്യൂറേഷൻ എക്സെട്ര. ഇനിയൊരു വീഡിയോ ഹൈ ക്വാളിറ്റിയിലും അതിന് ലെങ്ത് കുറച്ചിട്ടാൽ അത് ചിലപ്പോൾ വൈറലാവും. ഒരു മിനിമം ക്വാളിറ്റിയിലും നല്ല കണ്ടന്റിലും നല്ല തംബ്നെയിലും ഇട്ടാൽ ചിലപ്പോൾ അത് റീച്ച് ആവും. ഇതെല്ലാം ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങളുടെ വീഡിയോ വൈറലാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെയും ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നുണ്ട്. അത് കുറഞ്ഞാൽ നിങ്ങളുടെ ഷോർട്സ് വൈറലാകില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലും ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞാൽ വീഡിയോ റീച്ച് ആകില്ല. ഇനി ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങളുടെ ചാനൽ വൈറലാകുമോ? മോസ്റ്റ് കേസിലും വൈറലാകും, എന്നാൽ ചിലയിടത്ത് വൈറലാകില്ല. കാരണം നിങ്ങളുടെ ചാനൽ എന്തെന്ന് എനിക്കറിയില്ല. ഒരു ഷോട്ട് ഇടുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇനി വൈറലാവാത്തതിന് കാരണം നിങ്ങൾ ചെയ്യുന്ന ചില സെറ്റിങ്സാണ്. ഇത്ര അറിഞ്ഞിട്ടും എന്താ എൻ്റെ ചാനൽ വൈറലാവാത്തത്? അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിന് ക്യൂരിയോസിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ വൈറലാവാത്തത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇംപ്രഷനും കിട്ടുന്നുണ്ടായിരുന്നു, എന്നാൽ CTRഉം കുറവായിരുന്നു, അതുപോലെ ഓഡിയൻസ് റിട്ടൻഷനും കുറവായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ വൈറലാവാത്തത്. ഇനി എൻ്റെ ചാനൽ വൈറലാക്കാൻ എനിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. രണ്ടാമത് ഞാൻ ചെയ്ത ചില മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചാനൽ എങ്ങനെ ഗ്രോ ആവും. ഞാൻ ഈ പറഞ്ഞെല്ലാം ഒരു പുതിയ ചാനലിനെ ബേസ് വെച്ചോണ്ടാ. എന്നാൽ ഒരു പഴയ ചാനലിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ നോക്കിയാൽ വർക്കാവണമെന്നില്ല. കാരണം നിങ്ങളെ ചാനലിൽ മിക്സ്ഡ് കണ്ടന്റ് വീഡിയോ ഇട്ട് കാണും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ചാനലിനെ പിന്നെ യൂട്യൂബ് മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആ ചാനൽ വൈറലാവാഞ്ഞത്. ഇനി 2 വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലേ, അത് എൻ്റെ കുഴപ്പം തന്നെ. സോ അത് നിങ്ങൾക്ക് കമൻറ്റ് അറിയിക്കാം. ഇനി ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒന്നും മനസ്സിലായില്ലേ